ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു പാർട്ടുമായിട്ടാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പാർട്ടിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ മനോവിശ്ലേഷണ സിദ്ധാന്തം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡ്. ഞാൻ ഇനിയും വരുന്ന ക്ലാസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തെക്കുറിച്ചും മനസ്സിൻ്റെ 3 തലങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഇനി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നുള്ള 3 വേർഡ്സ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ വ്യക്തിയിലെ മനോഘടനയെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇത്, ഈഗോ അഥവാ അഹം, സൂപ്പർ ഈഗോ അഥവാ അത്യഹം. ഏതൊക്കെയാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത്, അഹം, അത്യഹം എന്നീ 3 പ്രധാന ഘടകങ്ങൾ കൂട്ടിച്ചേർന്നതാണ് വ്യക്തിത്വ ഘടന എന്ന് പറയുന്നത് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡിനെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏതൊക്കെയാണ്? ഇത്, അഹം, അത്യഹം ഈ 3 പ്രധാന ഘടകങ്ങൾ കൂട്ടിച്ചേർന്നിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഒരു വ്യക്തിത്വ ഘടന എന്ന് പറയുന്നത്. അതിൽ നോക്കൂ, ഇത് മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തിയാണ് ഇത് എന്ന് പറയുന്നത് കേട്ടോ. മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തി ജന്മവാസനകളുടെ നിക്ഷേപമായി കരുതാവുന്നത് എന്തിനെയാണ്? ഇത് എന്ന് പറയുന്ന ഘടനയാണ് കേട്ടോ. സാന്മാർഗിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാന്മാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഇത് ആണ് കേട്ടോ. ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് ഇത് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് ഏതെന്ന് പറയുന്നത്? ഇത്. വ്യക്തികളിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ലൈംഗിക വിചാരങ്ങൾ എന്നിവയുടെ ഉറവിടം ഏതാണ്? ഇത്. പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ത്വരയുണ്ടാകുന്നതിന് കാരണം ഏത് ഘടകമാണ്? ഇത് എന്നുള്ള ഘടകമാണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാം കേട്ടോ. വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഏത് ഘടകമാണ് എന്ന് പറയുന്നത് ഏതാണ്? ഇതിൻ്റെ പ്രവർത്തനം മൂലമാണ്. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തി ഏതാണ്? ഇതാണ്. ജന്മവാസികളുടെ നിക്ഷേപമായി കരുതാവുന്നത് ഇതിനെയാണ്. സാന്മാർഗിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാന്മാർഗിക പ്രവർത്തനങ്ങളെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഘടകമാണ്. ജനനം മുതൽ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് ഇത്. ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകം ഏതാണ്? ഇതാണ്. വ്യക്തികളിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ലൈംഗിക വിചാരങ്ങൾ എന്നിവയുടെ ഉറവിടം എവിടെയാണ്? ഇതാണ്. പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ത്വരയുണ്ടാകുന്നതിന് കാരണം എന്ത് തന്നെയാണ്? ഇതാണ്. പിന്നെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഏതിൻ്റെ പ്രവർത്തനമാണ്? ഇതിൻ്റെ പ്രവർത്തനം മൂലമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സുഖതത്വം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്ന ഘടകമാണ് ഇത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏത് പ്രിൻസിപ്പിൾ, ഏതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഏത് തത്വത്തിനെ ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? സുഖതത്വം. സുഖതത്വത്തെ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ഇത് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഏത് ഘടകമാണ്? ഇതാണ്. ഫ്രോയിഡ് ലിബിഡോ അതായത് ലൈംഗിക തൃഷ്ണ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഇതിനെയാണ്. നമ്മുടെ ഫ്രോയിഡ് ലിബിഡോ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ഘടകത്തെയായിരുന്നു? ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഘടകത്തെയായിരുന്നു. ജീവിതത്തിൻ്റെ നിർണായ ചോദകമായ ലിബിഡോയുടെ 2 മുഖങ്ങളായി ഫ്രോയിഡ് അവതരിപ്പിച്ചത് ഏതിനൊക്കെയാണ്? ഇറോസിനെയും താനറ്റോസിനെയുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ജീവിതത്തിൻ്റെ നിർണായ ചോദകമായ ലിബിഡോയുടെ 2 മുഖങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണവ? ഇറോസ്, താനറ്റോസ്. അതിൽ ഇറോസ് ലൈംഗികതയെയും താനറ്റോസ് ആക്രമണവാസനയുമാണ് പ്രതിനിധീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 വേർഡ്സ് ഓർത്തിരിക്കുക. ഇറോസ്, താനറ്റോസ് കേട്ടോ. ഇനി നോക്കൂ, അഹം അതായത് ഈഗോ.
ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തി ഏതാണ്? അഹമാണ്. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തി ഏതാണ്? അഹം. ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്ന അഹം പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തെ അനുസരിച്ചിട്ടാണ്? യാഥാർത്ഥ്യബോധ തത്വത്തെ അനുസരിച്ചിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? അഹം പ്രവർത്തിക്കുന്നത്. യാഥാർത്ഥ്യബോധ തത്വത്തെ അനുസരിച്ചിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? അഹം പ്രവർത്തിക്കുന്നു. ഒരു നിയന്ത്രണ ഘടകമായി പ്രവർത്തിക്കുന്നത് ഏതാണ്? അഹം. ഒരു നിയന്ത്രണ ഘടകമായി പ്രവർത്തിക്കുന്നത് ഏതാണ്? അഹം. ഇത് ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ മാത്രം പരിഗണിക്കുമ്പോൾ ഈഗോ ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വാസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വ്യക്തിയെ സന്തുലനത്തോടെ സംരക്ഷിക്കുന്നത് ഏതാണ്? ഈഗോ എന്ന് പറഞ്ഞ ഘടകമാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വ്യക്തിയെ സന്തുലനത്തോടെ സംരക്ഷിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈഗോ ആണ്. പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായത് ഏതാണ്? ഈഗോ. പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായത് ഏത് ഘടകമാണ്? ഈഗോ ആണ്. ഇത് കാരണമായി ഉണ്ടാകുന്ന വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണ്? ഏത് ഘടകത്തിനാണ്? ഈഗോ എന്ന് പറഞ്ഞ ഘടകത്തിനാണ് കേട്ടോ. ഇത് കാരണമായി ഉണ്ടാകുന്ന വൈകാരികമായ ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഈഗോ എന്ന് പറഞ്ഞ ഘടകമാണ്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിൻ്റെ പാലകനായും കണക്കാക്കുന്നത് ഏത് ഘടകത്തെയാണ്? ഈഗോ എന്ന് പറഞ്ഞ ഘടകത്തെയാണ്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ, ഓർത്തിരിക്കുക. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിൻ്റെ പാലകനായും കണക്കാക്കുന്നത് ഏത് ഘടകത്തെയാണ്? ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഘടകത്തെയാണ്. ഇതിൻ്റെ ശക്തമായ പ്രാകൃത ചോദനകളും സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണങ്ങളും തമ്മിൽ സന്തുലനം വരുത്തുന്നത് ആരാണ്? ഈഗോ ആണ്. ഇതിൻ്റെ ശക്തമായ പ്രാകൃത ചോദനകളും സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണങ്ങളും തമ്മിൽ സന്തുലനം വരുത്തുന്നത് ഏതാണ്? ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഘടകമാണ്. ഇനി നോക്കൂ, ഇതും ഈഗോയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇതിനെ കുതിരയോടും ഈഗോയെ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനോടുമാണ് ഉപമിക്കാൻ പറ്റുന്നത്. ഇത് രണ്ടും കൂടെ ഈഗോയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇതിനെ എന്തുമായിട്ട്? കുതിരയോടും ഈഗോയിനെ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം. എന്താണ് അഹം അഥവാ ഈഗോ? ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തി ഏതായിരുന്നു? അഹം. ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്ന അഹം പ്രവർത്തിക്കുന്നത് ഏതു തത്വത്തെ അനുസരിച്ചിട്ടാണ്? യാഥാർത്ഥ്യബോധ തത്വത്തെ അനുസരിച്ചിട്ടാണ്. ഒരു നിയന്ത്രണ ഘടകമായി പ്രവർത്തിക്കുന്നത് ഏതാണ്? അഹം ആണ്. അഹം ഒരു നിയന്ത്രണ ഘടകമായി പ്രവർത്തിക്കുന്നു. ഇത് ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും മാത്രം പരിഗണിക്കുമ്പോൾ ഈഗോ ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വ്യക്തിയെ സന്തുലനത്തോടെ സംരക്ഷിക്കുന്നത് ഏത് ഘടകമാണ്? ഈഗോ ആണ്. പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായത് ഏതാണ്? ഈഗോ. ഇത് കാരണമായി ഉണ്ടാകുന്ന വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണ്? ഏത് ഘടകത്തിനാണ്? ഈഗോയ്ക്ക്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിൻ്റെ പാലകനായും കണക്കാക്കുന്നത് ഏത് ഘടകത്തെയാണ്? ഈഗോ ഘടകത്തെയാണ് കേട്ടോ. ഇതിൻ്റെ ശക്തമായ പ്രാകൃത ചോദനകളും സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണങ്ങളും തമ്മിൽ സന്തുലനം വരുത്തുന്നത് ഈഗോയാണ്. നമ്മൾ ഇതും ഈഗോയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഇതിനെ ഒരു കുതിരയോടും ഈഗോയെ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനോടും കമ്പയർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അത്യഹം അഥവാ സൂപ്പർ ഈഗോ. അത്യാഹം മനുഷ്യ മനസ്സിലെ ഈഗോയുടെ തന്നെ ഒരു പരിണിത രൂപമാണ് എന്തെന്ന് പറയുന്നത്? അത്യാഹം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ മനസ്സിലെ ഈഗോയുടെ ഒരു പരിണിത രൂപം, അതാണ് അത്യാഹം അഥവാ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിപ്പിക്കുന്നതാണ് ഏത് ഘടകം? സൂപ്പർ ഈഗോ എന്ന് പറയുന്നുള്ള ഘടകം. ഇതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇതിന് വിപരീതമായിട്ടാണ് ഏത് ഘടകം പ്രവർത്തിക്കുന്നത്? അത്യാഹം പ്രവർത്തിക്കുന്നത്. പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ് ഏത് ഘടകം? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സൂപ്പർ ഈഗോ. സമൂഹത്തിൽ നല്ല പേരും ലക്ഷ്യവും വയ്ക്കുന്ന പ്രേരണയാണ് ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഘടകം. സമൂഹത്തിൽ നല്ല പേരും ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രേരണയാണ് ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്.
മനസ്സിനുള്ളിലെ ശരിയും തെറ്റും തിരിച്ചറിയുന്നത് ഏത് ഘടകമാണ്? സൂപ്പർ ഈഗോയാണ്. മനസ്സിനുള്ളിലെ ശരിയും തെറ്റും തിരിച്ചറിയുന്നത് ഏത് ഘടകമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സൂപ്പർ ഈഗോ. സാമൂഹിക നന്മയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനമാണ് സൂപ്പർ ഈഗോ. സാമൂഹിക നന്മയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഏതെന്ന് പറയുന്നത്? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നത് ഏത് ഘടകമാണ്? സൂപ്പർ ഈഗോയാണ്. മനസ്സിനുള്ളിലെ ശരിയും നമുക്ക് തോന്നും ശരിയാണോ തെറ്റാണോ, അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഏത് ഘടകമാണ്? സൂപ്പർ ഈഗോ അഥവാ അത്യഹമാണ്. സന്മാർഗികമായും സാംസ്കാരികമായും അനുബന്ധനം ചെയ്യപ്പെട്ട മാനസികാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് കേട്ടോ. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അനുസരിച്ചിട്ടാണ്? സാൻമാർഗിക തത്വം അനുസരിച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ സൂപ്പർ ഈഗോ അഥവാ അത്യഹം പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തെ അനുസരിച്ചിട്ടാണ്? സാൻമാർഗിക തത്വത്തെ അനുസരിച്ചിട്ടാണ് കേട്ടോ. തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്ത വ്യക്തിയുടെ സൂപ്പർ ഈഗോ ദുർബലവും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം, ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് രോഗാതുരനാവുകയും ചെയ്യുന്ന വ്യക്തിയുടെ സൂപ്പർ ഈഗോ പ്രബലവും ആണെന്ന് കണക്കാക്കാം. ഒന്നും കൂടെ പറയാം. തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ട് ഒരു മനസാക്ഷിയും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാത്ത ഒരാളുടെ സൂപ്പർ ഈഗോ ദുർബലവും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നും. അവർക്ക് എന്തായിരിക്കും? നമ്മൾ ഉറങ്ങാണ്ടേയും ഫുഡൊന്നും കഴിക്കാണ്ട് വളരെ ക്ഷീണിച്ച് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സൂപ്പർ ഈഗോ എന്തായിരിക്കും? പ്രബലവുമാണെന്ന് കണക്കാക്കാം. ഇനി ഈ മൂന്നെണ്ണം ഏത് തത്വത്തെ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേതാണ്? സുഖതത്വം, ഈഗോ യാഥാർത്ഥ്യ തത്വം, സൂപ്പർ ഈഗോ സാന്മാർഗിക തത്വം. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഇത് സുഖതത്വം, ഈഗോ യാഥാർത്ഥ്യ തത്വം, സൂപ്പർ ഈഗോ സാന്മാർഗിക തത്വം. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് 3 മറക്കരുത്. ഇനി നോക്കൂ, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിൻ്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്തിട്ടാണ്? ഇപ്പം നമ്മൾ നോക്കിയതാണല്ലേ. നോക്കൂ, ഇത്, സൂപ്പർ ഈഗോ, ലിബിഡോ. ഇത് 3 നമ്മൾ കേട്ട വേർഡാണല്ലേ. ഈഗോ, ഇത്, അഡൾട്ട് ഈഗോ, ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ഈഗോ ഐഡിയൽ, ഇത് സൂപ്പർ ഈഗോ. അപ്പോൾ ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മുടെ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഘടകങ്ങളാണല്ലേ നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. ഇത് 3മാണ് സിഗ്മണ്ട് ഫ്രോയിഡ് തരം തിരിച്ചിരിക്കുന്നത് അല്ലേ. ഈ മനോഘടനയാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെയാണ് മനോഘടനയെ 3ആയിട്ട് തരം തിരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് 3ഉം ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം വൂണ്ട്, കോൾ യുങ്, കോൾ റോജേഴ്സ്. ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഇവർ 3 പേരും മനോവിശ്ലേഷണ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അവരുടെ ഈ മനോവിശ്ലേഷണ സിദ്ധാന്ത ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡ് ബി ആണ് ആൻസർ ആയിട്ട് വരിക. സിഗ്മണ്ട് ഫ്രോയിഡ്. പക്ഷേ വില്യം വൂണ്ട്, കോൾ യുങ്, കോൾ റോജേഴ്സ് ഇവർ 3ഉം തന്നെയാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ വക്താക്കളായിരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറയാട്ടോ, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം പറയാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. വീണ്ടും അതേ ക്വസ്റ്റ്യനാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര് എന്തായിരുന്നു? സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ. സിഗ്മണ്ട് ഫ്രോയിഡാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ചത് അല്ലേ. അപ്പോൾ ഈ മനോവിശ്ലേഷണ സിദ്ധാന്തം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടായി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെന്തായാലും പഠിച്ചിരിക്കുക കേട്ടോ. ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകം ഏതാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ ഇവയൊന്നുമല്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഏതാ അതിൻ്റെ ആൻസറായിട്ട് വരിക എന്നുള്ളത്. ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ക്ലാസ്സിൽ പഠിച്ചവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇതിൻ്റെ തിരക്കിൽ തന്നെയാണ് കേട്ടോ. APOൻ്റെ തിരക്കിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ വായിക്കുന്ന കാര്യങ്ങളൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് ഇപ്പോൾ എക്സാം എടുത്തു. ജനുവരി 24 എക്സാം അല്ലേ.
അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ എല്ലാവരും. 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 20 മാർക്കിന് ഇത് നോക്കുന്നവർ 20 മാർക്ക് എന്തായാലും 20 മാർക്കിൽ ഒരു 19 മാർക്കെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയും നന്നായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടും. അപ്പോൾ വേണ്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക കേട്ടോ. ബെല്ല് ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഞാൻ ഇനിയും വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.